പ്രവർത്തകർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജനറൽ ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ഇടവകളെയും എല്ലാ ടീമുകളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും മുഖാന്തരമായി തീരണമേ. ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും കർത്താവ് ആത്മാവിന്റെ കൃപയിലും നിറവിലും നിർത്തുകയും ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ കർത്താവെ ആത്മചൈതന്യത്തോടെ കർത്താവിന്റെ ഹിതപ്രകാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിപ്പാൻ നിന്റെ മക്കളെ നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ക്രിസ്മസ് ദൂതിനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പുതിയ കൃപ ലഭിക്കത്തക്കവണ്ണം, പുതിയ ദർശനം ലഭിക്കത്തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. താങ്ക് യു അച്ഛൻ. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് മഹത്വപ്പെടുത്തി പാടിയതായ ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഗാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാട്ടുകൾ പാടി ദൈവനാമത്തെ ഉയർത്തുവാനും ദൈവം നമ്മളോട് ചെയ്തതായ ഉപകാരത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാനും ദൈവത്തിന് ആരാധന കഴിപ്പാനും ഒക്കെ നമ്മൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. പ്രാരംഭത്തിൽ ഒരു ഗാനം കേൾക്കാം. മിസ് സ്റ്റെഫി തോമസ് ആ പാട്ട് പാടുന്നതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. താങ്ക് യു സ്റ്റെഫി. അനുഗ്രഹീതമായിട്ടുള്ളതായ നന്ദി കരേറ്റുന്ന പാട്ടിനായിട്ട് സ്റ്റെഫിയോട് നന്ദി അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ഈ സൗത്ത് കേരള ഡയോസിസിന്റെ യൂത്ത് പ്രോഗ്രാമിലേക്ക്, ക്രിസ്മസ് ഈവനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ആശംസിക്കുവാനായിട്ട് സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയൻ സെക്രട്ടറി മിസ്റ്റർ ഫിലിപ്പ് ടി.എ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ഇന്ന് ഇപ്രകാരം നമുക്ക് സൗത്ത് കേരള ഡയസ് യൂസിനായിട്ട് ക്രിസ്മസ് സായനം സംഘടിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസം 25-ാം തീയതിയാണ് ക്രിസ്മസ് സായനം നടത്താറുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഈ വർഷം നമ്മൾ 25-ാം തീയതി ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ച സമയത്ത് പലവിധമായിട്ടുള്ള പ്രോഗ്രാം പലയിടത്തും ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ ഡേറ്റ് നിന്ന് മാറ്റി ഡിസംബർ മാസം 19-ാം തീയതിയിലേക്ക് നമ്മൾ മാറ്റിയത്. എന്നാലും ദൈവം സഹായിച്ച് ഇത്രയും പേരെ കടന്നു വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും സഹായിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് ക്രൈസ്തവരും അക്രൈസ്തവരും ക്രിസ്മസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിസ്മസിന്റെ അർത്ഥം യഥാർത്ഥമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത്, ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഭയപ്പെടേണ്ട, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പടൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഭയപ്പാടിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ, കൊറോണ മഹാവ്യാധിയാലൊക്കെ ആൾക്കാരാകെ ഭയചിതരായിരിക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവജനം ഭയമുണ്ട് എങ്കിലും അതിൽ ഭയപ്പെടാതെ നിൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചത് ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ രക്ഷിതാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരുന്നു. അപ്രകാരം നമുക്ക് ഭയപ്പെടാതെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് അനുതാപത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിബദ്ധതയുടെയും ക്ഷമയുടെയും എല്ലാ ആവശ്യകതയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പറയുന്നത്. അപ്രകാരം സൗത്ത് കേരള ഡയസ് യൂസിന് ഭയപ്പെടാതിരിക്കാനും അതോടൊപ്പം തന്നെ അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുവാനായിട്ടും സ്നേഹത്തിന്റെയും പ്രതിബദ്ധതയുടെയും അതോടൊപ്പം ക്ഷമയുടെയൊക്കെ ഒരു മനസ്സുണ്ടാകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാരംഭമായിട്ടുള്ള ഒരു ആശംസയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് അതിൽ സംബന്ധിക്കുന്നവർക്കുള്ള സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ സൗത്ത് കേരള ഡയസിന്റെ യൂത്ത് സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ബെൻസൺ അച്ഛനാണ്. ഏത് കാര്യങ്ങൾക്കും ചുറുചുറുക്കോടുകൂടി നേതൃത്വം നൽകുകയും എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന അച്ഛന്റെ നേതൃത്വം ഞങ്ങൾക്ക് വളരെയധികം കമ്മിറ്റി എന്ന നിലയിലും അല്ലാതെ സൗത്ത് കേരള ഡയസ് യൂസിനും വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ്. അച്ഛൻ ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞതാണ്. അച്ഛനെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സായനത്തിന് ആര് ദൈവജനം ഷെയർ ചെയ്യണം എന്നുള്ള ചിന്ത കമ്മിറ്റിയുടെ മനസ്സിൽ വന്ന സമയത്ത് കമ്മിറ്റി ഐകണ്ഠേന പറഞ്ഞൊരു പേരാണ് ജെയിംസ് അച്ഛന്റെ പേര്. ജെയിംസ് അച്ഛൻ നമ്മുടെ സൗത്ത് കേരള ഡയസിന്റെ സെക്രട്ടറി ആയിട്ട് വർത്തിക്കുന്നു. അച്ഛൻ ദൈവജനം ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അനുഗ്രഹകരമായിരിക്കും എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അച്ഛനെ ക്ഷണിക്കുകയും ചെയ്തു. അച്ഛൻ ഞങ്ങളുടെ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അച്ഛൻ ഇന്നത്തെ വചനവർഷത്തിനായി നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനെ വളരെയധികം സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ക്രിസ്മസ് ആയ സാധാരണ നമ്മൾ ക്രിസ്മസ് പ്രോഗ്രാം വെക്കുമ്പോൾ എല്ലാ ഇടവകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ മുൻ വർഷങ്ങൾ നമ്മൾ ഓപ്പൺ എയർ ആയിട്ട് നടത്തുന്ന സമയത്തുണ്ടായിരുന്നു. ഇത് നമ്മളെല്ലാ ഇടവകൾക്കും വാട്സപ്പിലൂടെ മറ്റും അറിയിപ്പ് കൊടുത്തു. എങ്കിലും ഇപ്രാവശ്യം വളരെയധികം പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എങ്കിലും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് പല ഇടവകളിലെയും കുഞ്ഞുങ്ങളും യുവജനങ്ങളും കാണിച്ചതായിട്ടുള്ള മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇതിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ ഇടവക യൂത്ത്സിനെയും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് നടത്തുന്നത്. എല്ലാവരെയും പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന് ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യോടന്ത എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ വേണ്ടതായിട്ട് നിർദ്ദേശം തരുന്ന കമ്മിറ്റി അംഗങ്ങളാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സുശേഷകർ, സെവനി കൊച്ചന്മാർ, വിശ്വാസികൾ, യവനക്കാർ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരുടെയെങ്കിലും പേര് പ്രത്യേകിച്ച് നമ്മുടെ ഡയോസിന്റേതായിട്ടുള്ള യൂസിന്റെ പ്രസിഡന്റ് ആയിട്ട് വർത്തിക്കുന്നത് ഇബ്രഹാം ചാക്കോ തിരുമേനിയാണ്. തിരുമേനിക്ക് ഇന്ന് വേറൊരു പ്രോഗ്രാമിൽ സംബന്ധിക്കേണ്ടതുകൊണ്ടാണ് തിരുമേനി സംബന്ധിക്കാത്തത്. എങ്കിലും തിരുമേനിയുടെ നേതൃത്വം സൗത്ത് കേരള ഡയസ് യൂസിന് വളരെയധികം നല്ല നേതൃത്വവും നിർദ്ദേശങ്ങളും എല്ലാം തന്ന് സഹായിക്കുന്ന തിരുമേനിയാണ്. തിരുമേനി സംബന്ധിക്കുന്നില്ലെങ്കിലും തിരുമേനി ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഇനി ആർക്കെങ്കിലും സ്വാഗതം ആശംസിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കാം. താങ്ക് യു ഫിലിപ്പ് സാർ. എല്ലാവരെയും സ്വാഗതം ആശംസിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം പ്രിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ഫിലിപ്പ് സാറിനെയും വളരെ സ്നേഹ ആദരവോടുകൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവകൃപയ്ക്ക് അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ
സാക്ഷ്യം പറയുവാൻ തക്കവണ്ണമാണല്ലോ നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നതായ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള സൗത്ത് കേരള ഡയോസിസ് സെക്രട്ടറി KS ജെയിംസ് അച്ഛനാണ് ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമ്മളോട് കൂടെ ഉള്ളത്. പ്രാരംഭത്തിൽ അധ്യക്ഷ പ്രസംഗം എന്നുള്ളതായ ഒരു ഐറ്റം ഉള്ളത് കൊണ്ട് മാത്രം അല്പസമയം ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ദൈവവചനം അതിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതിൽ സംബന്ധിക്കുന്നതായ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള ജോൺ മാത്യു അച്ഛൻ, OP പൗലോസ് അച്ഛൻ, ടോണി തോമസ് അച്ഛൻ, ഇതിൽ സംബന്ധിക്കുന്നതായ സുവിശേഷകന്മാർ, സ്റ്റെഫനി കൊച്ചമ്മമാർ, വിശ്വാസ സമൂഹം, എല്ലാവരോടുമുള്ളതായ സ്നേഹവും കടപ്പാടും സൗത്ത് കേരള ഡയോസിസിന്റെ പേരിൽ പ്രാരംഭത്തിൽ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ക്രിസ്മസിൻ്റെതായ മൂല്യം, അതിൻ്റെതായ വാക്കുകളുടെ അർത്ഥങ്ങളുടെ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ആയിരിക്കുന്നത്. ഒരു സമയത്ത് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അത് അതിരുകടക്കുന്നതായ നിലയിൽ മുൻപോട്ട് പോകുന്നതായ സാഹചര്യങ്ങൾ ഈ നാളുകളിൽ നിങ്ങൾ വാട്സാപ്പിലൊക്കെ വരുന്നതായ ക്രിസ്മസ് പാപ്പാമാരുടെ കരോൾ സർവീസുകൾ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ഫൺ എൻജോയ്മെന്റ് എന്നുള്ള നിലയിലേക്ക് ക്രിസ്മസ് മാറിപ്പോകുന്നതായ സാഹചര്യങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ക്രിസ്മസിൻ്റെതായ അർത്ഥം മനസ്സിലാക്കാതെ ക്രിസ്മസ് ആഘോഷിക്കുന്ന, ക്രിസ്തുവില്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതായ അനേക അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ നമ്മൾക്ക് തെളിവുകളായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ട്. ശത്രുവായവൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണതിൻ്റെതായ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്നതിന് തടസ്സമായിട്ട് ഇങ്ങനെയുള്ളതായ ധാരാളം തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ക്രിസ്തുമസിന്റെ യഥാർത്ഥമായിട്ടുള്ളതായ അർത്ഥം എന്തെന്നുള്ളത് മനസ്സിലാക്കി ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ളതായ ഒരു ക്രിസ്തുമസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, അത് ഇന്നത്തെ ഒരു ദിവസത്തിലേക്കോ അല്ലെങ്കിൽ ഈ മാസത്തിൽ ഒരു പർട്ടിക്കുലർ ഡേയിലോ ആഘോഷിപ്പാനായിട്ടുള്ളതല്ല. എല്ലാ ദിവസങ്ങളിലും നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടുന്നതായ ഒരനുഭവമാണത്. ക്രിസ്തു എനിക്ക് വേണ്ടി ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ അനുഗ്രഹീതമായിട്ടുള്ള അനുഭവം. അവൻ ഈ താണഭൂമിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എങ്ങോട്ടാകുന്നു പോകേണ്ടിയിരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭയാനകരമായിട്ടുള്ള അനുഭവം ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ പോകുന്ന ഒരു അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിരാശയുള്ളതായ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ഏറെ ഭയമുള്ളതായ ഒരു അനുഭവം ദൈവ സാന്നിധ്യമില്ലാത്ത അനുഭവമാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന നിലയിൽ മനുഷ്യൻ പാപ അന്ധകാരത്തിൽ കിടന്ന അനുഭവങ്ങളുടെ നടുവിലാണ് ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടത്. അന്ധതമസിൽ ആയിരുന്നതായ ആളുകളുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു. ലോകത്തിന്റെ വെളിച്ചമായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച വലിയവനായ ദൈവത്തിന്റെ സ്നേഹം, തന്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി വിട്ടു നൽകുവാൻ തക്കവണ്ണം അവൻ കാണിച്ച കരുണയുടെ മുൻപാകെ നാം കടന്നു വന്നിരിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതിയിരിക്കുമ്പോൾ അതിന്റെ 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നിങ്ങളെ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നാം ഈ അനുഭവത്തെ അറിഞ്ഞു വേണം ക്രിസ്മസ് ആഘോഷിക്കുവാൻ. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ, അതാണ് ക്രിസ്തുമസ്. ഉന്നതങ്ങളിൽ ഇരുന്നവൻ താണഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു വീണ്ടെടുപ്പുകാരനായ കർത്താവ് ആർക്കും ഒരു യോഗ്യതയും പറയുവാനല്ലാതിരുന്നതായ സ്ഥാനത്ത് നിന്നും അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഈ താണഭൂമിയിൽ നമ്മൾക്ക് വേണ്ടി നരനായി വന്നുദിച്ച് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ കരുതി, നമ്മളെ പരിപാലിച്ചു, നിത്യതയിലേക്ക് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം എന്നും കൂടെ ഇരുപ്പാൻ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നുള്ളതായ നിലയിൽ നമ്മളെ ആ അനുഗ്രഹീതമായിട്ടുള്ള ഭാഗ്യ അനുഭവത്തിലേക്ക് വിളിച്ചു ചേർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നൽകിയ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തെ നാം എന്നും ഓർക്കേണ്ടുന്നവരാണ്. എന്നാൽ ഈ നാളുകളിൽ ക്രിസ്മസിൻ്റെതായ ദിവസങ്ങൾ ദൈവം നമ്മൾക്ക് നൽകുമ്പോൾ സൗത്ത് കേരള ഡയോസിസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ഡിസംബർ മാസം 25-ാം തീയതി ഒരു ഫിസിക്കൽ ഗ്യാതറിംഗ് ആയിട്ട് ഒരുമിച്ച് കൂടി അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ ശുശ്രൂഷ നടത്തുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം നമ്മൾക്ക് അതിന് സാധ്യമായില്ല. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ അങ്ങനെയൊക്കെ പോകുന്നതായ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോഴും വളരെ ഭയാനകരമായിട്ടുള്ള അനുഭവങ്ങളുടെ നടുവിൽ പ്രാരംഭത്തിൽ സെക്രട്ടറി ഫിലിപ്പ് സാർ പറഞ്ഞതുപോലെ തന്നെ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുവാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളതായ അനുഭവങ്ങളുടെ നടുവിൽ നമ്മളെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ സമാധാനത്തിന്റെ പ്രഭുവായവൻ നമ്മൾക്ക് വേണ്ടി ഈ താണലോകത്തിൽ കടന്നു വന്ന അനുഭവത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം കുറഞ്ഞപക്ഷം സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ആണെങ്കിലും ശരി ദൈവമായ കർത്താവ് നമ്മൾക്ക് നൽകിയ ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിവന്ദ്യ തിരുമേനി
എബ്രഹാം ചാക്കോ തിരുമേനി ഇന്നതിൽ സംബന്ധിപ്പാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് വരുവാൻ സാധിച്ചിട്ടില്ല. സഭയിലെ പ്രിയപ്പെട്ടവർ, യുവജന പ്രവർത്തന ബോർഡ് സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരും സൗത്ത് കേരള ഡയോസിസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ, യുവജന പ്രവർത്തനങ്ങളിൽ, ക്രിസ്മസ് ആഘോഷത്തിൽ അവരുടെ സ്നേഹ ആശംസകൾ നേർന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ഒരു പ്രാവശ്യം സ്നേഹത്തോടെ ഈ സദസ്സിനെ ഓർപ്പിച്ചുകൊള്ളട്ടെ. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞ അനുഭവത്തോടുകൂടെ നിൽപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സമ്പന്നനാക്കുവാൻ, മരണത്തിനു വേണ്ടി മാത്രം, നിത്യമായിട്ടുള്ള മരണത്തിനു വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതായ എന്നെയും നിങ്ങളെയും തന്റെ ദാരിദ്ര്യത്താൽ സമ്പന്നരാക്കുവാൻ, നിത്യജീവനെ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്ത് നൽകിയതായ അഭാഗ്യകരമായ അനുഭവത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നൽകി നമ്മെ വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ വിധമായിട്ടുള്ളതായ ക്രിസ്തുമസ് ആശംസകളും ഈ സദസ്സിന് നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരോൾ ഗാനങ്ങൾ കേൾക്കുന്നത് അനുഗ്രഹീതമായിട്ടുള്ള അനുഭവമാണ്. മൈലച്ചൽ ഇടവക ജോയിൻ ചെയ്തിട്ടുണ്ടോ? മൈലച്ചൽ ഇടവക ജോയിൻ ചെയ്തിട്ടുണ്ടോ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനായിട്ടുള്ളതായ സാധ്യത ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവർ എത്തിയിട്ടില്ല കേട്ടോ. 2 പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചു. ഒരു പള്ളി ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്നത്തേക്ക് നിശ്ചയിച്ചതായ വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മളുടെ യുവജനമായിരിക്കുന്നതായ മിസ്റ്റർ ലിജോ ജോൺസനെ വളരെ സ്നേഹാദരവോടുകൂടെ ക്ഷണിക്കുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 to 22. എഫേസ്യർ 2:11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രവൃത്തിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കഴിയാനുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധമധുരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. വളരെ സ്പഷ്ടമായിട്ടുള്ള നിലയിൽ ദൈവവചനം നമ്മളോട് വായിച്ചു കേൾപ്പിച്ച ലിജോ ജോൺസണോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ പല പ്രോഗ്രാമുകളും നമ്മൾക്ക് നടത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് നെറ്റ്വർക്കിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാകും. മാത്രവുമല്ല, ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ പലവിധമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നമ്മൾ ഈ പ്രോഗ്രാമുകൾ ചിലതൊക്കെ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്നതായ പ്രോഗ്രാമുകളാണ്. വളരെ കരുതലോടെ ഡയോസിസിന്റെ യൂത്ത് യൂണിയൻ പ്രവർത്തനങ്ങളെ ഈ ക്രിസ്മസ് സായാഹ്നത്തിൽ സ്നേഹിച്ച് വളരെ എഫോർട്ട് എടുത്ത് പല പ്രോഗ്രാമുകൾ അത് ക്രമീകരിച്ച് നൽകുവാൻ തക്കവണ്ണം വിവിധ ഇടവകൾ കാണിച്ച കരുതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വാളകം ഇടവക അവർ അവതരിപ്പിക്കുന്നതായ ഒരു കോറിയോഗ്രാഫി നമുക്ക് കാണുവാനായിട്ട് സമയമെടുക്കാം.
വളരെ അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ ഈ കാര്യങ്ങളെ ക്രമീകരിച്ച് ഇതിൽ അനുഗ്രഹീതമായിട്ടുള്ളതായ ഒരു കോറിയോഗ്രാഫി അത് ചെയ്തതായ വാളകം, കൊട്ടാരക്കര വാളകം ഇടവയിലുള്ളതായ കുഞ്ഞുങ്ങളോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളെ, നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയുന്നവനായ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, നമ്മളുടെ ഹൃദയഭാരങ്ങളെ അറിയേണ്ടുന്നവന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ കരുതും. വഷളത്ത് നിറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ യുവജനത കടന്നു പോകുന്നതായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവകൃപയോടെ ദൈവമായ കർത്താവ് അവരുടെ കാലുകളെ ചൊവ്വയുള്ള പാതയിൽ നിർത്തുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കാം. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്നേഹ കൈതക്കോട് ഇടവകയിൽ നിന്നും പ്രിയ മകളെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം എടുക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളും. കേൾക്കാം മോളെ. ദൈവമേ, സുഖിപിതാവേ, കർത്താവേ, ഈ നല്ല അവസരത്തിനായി കർത്താവേ, കൂടി വരുവനായി കർത്താവേ, അടിയങ്ങൾ കർത്താവേ, ഈ സമയത്ത് കർത്താവേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങൾ കർത്താവേ, ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നതിന്റെ കർത്താവ് ഉദ്ദേശം കർത്താവേ നീ അറിയുന്നുവല്ലോ. ഈ കൊറോണയുടെ മധ്യത്തിലും കർത്താവേ, കർത്താവേ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ നിന്റെ പിറവിയുടെ സന്തോഷം കർത്താവേ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ നീ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ തന്ന വലിയ ഭാഗ്യത്തിനും അവസരത്തിനുമായി കർത്താവേ അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഒരു ദുഷ്ടന്റെ ലോകത്തിലാണല്ലോ കർത്താവേ അടിയങ്ങൾ ജീവിക്കുന്നത്. അനേകരും നിന്റെ നാമം വൃഥ എടുക്കുമ്പോൾ കർത്താവേ, നിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കർത്താവെ ഓരോന്നായി കർത്താവെ അടിയങ്ങൾ കാണുമ്പോൾ കർത്താവെ അതിന്റെ മധ്യത്തിലും ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം ഇറങ്ങി തിരിച്ചതായ സഭയുടെ കർത്താവെ അതിന്റെ ഒരു ഭാഗവാക്കാവുവാൻ കർത്താവെ സൗത്ത് കേരള ഡയോസിസിനെ കർത്താവെ നീ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന കർത്താവെ വലിയ കൃപയ്ക്കായ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ സൗത്ത് കേരള ഡയോസിസായ കർത്താവെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ നാമമഹത്വത്തിനായി നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി കർത്താവെ നീ എടുത്ത് ഉപയോഗിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഇവിടെ കൂടി വന്നിരിക്കുന്ന കർത്താവെ എല്ലാവരെയും കർത്താവെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ കർത്താവെ അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ അടിയങ്ങളിൽ ഒരാൾ പോലും കുറയാതെ വണ്ണം നീ കർത്താവെ അടിയങ്ങളെ പരിപാലിച്ച് നിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. തലയിൽ ഒരു മുടിയെങ്കിലും കൊഴിയുമെങ്കിലും കർത്താവെ അത് നീ അറിഞ്ഞേ സാധ്യമാകുള്ളൂ എന്ന് കർത്താവെ നിന്റെ വചനത്തിൽ പറയുന്ന പോലെ കർത്താവെ അടിയങ്ങളിൽ ഒരാൾക്ക് പോലും കർത്താവ് ഒരു ദോഷവും തട്ടാതെ നിന്റെ ചിറകിന്റെ മറവിൽ കർത്താവെ നീ മറച്ചിരിക്കുന്ന കർത്താവെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ നിന്റെ കൃപയാൽ കർത്താവെ നീ കർത്താവെ നിറച്ചുകൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കൊറോണയുടെ കർത്താവെ ഈ മഹാമാരി കർത്താവെ പല വകഭേദങ്ങൾ വരുമ്പോൾ കർത്താവെ നീ അതിനെയൊക്കെയും കർത്താവെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ കർത്താവെ ഏക കർത്താവെ രക്ഷകൻ കർത്താവെ എല്ലാത്തിന്റെയും കർത്താവെ ആൽഭയും അന്ത്യവും എല്ലാം നീ ആകിയാൽ കർത്താവെ നീ അതിനെയൊക്കെ ഉന്മൂലനാശം ചെയ്യുവാൻ നിന്നെ കൊണ്ട് സാധിക്കുമല്ലോ കർത്താവെ നീ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്നാൽ കഴിയാത്തതായ ഒരു കാര്യവും ഇല്ല എന്ന് കർത്താവെ നിന്റെ വചനത്തിലൂടെ കർത്താവെ അടിയങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ കർത്താവെ 24 കർത്താവെ സൗത്ത് കേരള ഡയോസിസിലെ കർത്താവെ എല്ലാവരെയും കർത്താവെ യുവജനങ്ങളെ ഒക്കെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കർത്താവെ കൂട്ടിവെച്ചിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കർത്താവെ കർത്താവെ വചന ശുശ്രൂഷയെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കർത്താവെ അടിയങ്ങൾ വെറുതെ കേട്ട് മടങ്ങുന്നവരായിട്ടല്ല കർത്താവെ മറിച്ച് കർത്താവെ പാട്ടുകാരൻ പറയുന്ന പോലെ കർത്താവെ താഴെ വീഴുന്നി മീതെ ഫലം കായ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ നീ എടുത്ത് ഉപയോഗിച്ചുകൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രത്യാൽ വചനം പറയുന്ന കർത്താവെ നിന്റെ മകനോടും കർത്താവെ നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാണമേ കർത്താവെ അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ കൂടെ ഇരിക്കുമാറാണമേ നിന്റെ മകനിലൂടെ കർത്താവെ നീ അടിയങ്ങളോട് സംസാരിച്ചു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതുപോലെ കർത്താവെ ഇനി നടക്കുവാനിരിക്കുന്ന പ്രോഗ്രാമുകളെയും കർത്താവെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ നിന്റെ നാമമഹത്വത്തിന് മാത്രം കർത്താവെ യോഗ്യതയുള്ളതാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ
കർത്താവെ ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവെ നീ അധികമായി കർത്താവെ മാനിച്ചുകൊള്ളുമാറാണമേ കർത്താവെ. കർത്താവെ നിന്റെ കർത്താവെ നാം മഹത്വം കർത്താവെ ഭൂലോകമെങ്ങും കർത്താവെ അറിയുവാൻ കർത്താവെ അതിന്റെ ഒരു ഭാഗവാക്കാവും അടിയങ്ങളെ ഓരോരുത്തരെയും നീ എടുത്ത് ഉപയോഗിച്ചുകൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം കൂടെ കർത്താവെ അടിയങ്ങൾ തിരുമുമ്പാകെ ഇരിക്കുന്നു കർത്താവെ നീ അടിയങ്ങളോട് കർത്താവെ ഒരിക്കൽ കൂടെ കർത്താവെ സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രാർത്ഥിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം നൽകിയ സ്നേഹമോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നാം ഈ ദിവസങ്ങളിൽ കരോൾ ഗാനങ്ങൾ ധാരാളമായിട്ട് കേൾക്കും. എത്രമാത്രം അർത്ഥം നിറഞ്ഞ പാട്ടുകളാണെന്നുള്ളത് നമ്മൾക്കറിയത്തില്ല. ധാരാളം പാട്ടുകൾ, പാരഡി ഗാനങ്ങൾ ഒക്കെ ആലപിക്കുന്നതായ അനുഭവങ്ങളുടെ നടുവിലാണ് ലോകം കടന്നു പോകുന്നത്. എന്നാൽ ക്രിസ്തുമസിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഗാനങ്ങളുമുണ്ട്. നമുക്കൊരു കരോൾ ഗാനം കൂടെ കേൾക്കാം. തുരുത്തിക്കര പാരിഷ് നേതൃത്വം വഹിച്ച് നടത്തുന്നതായ ഒരു പാട്ട്.
ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന, മുൻപോട്ട് പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് പ്രചോദനം നൽകുന്ന അനുഗ്രഹീതമായിട്ടുള്ളതായ ദൈവവചനം നമുക്ക് ശ്രവിപ്പാനായിട്ടുള്ള സമയമാണ്. ഇന്ന് ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം നിയോഗം ലഭിച്ചിരിക്കുന്നത് സൗത്ത് കേരള ഡയോസിസിന്റെ സെക്രട്ടറി കൂടെ ആയിരിക്കുന്നതായ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള റവറൻ കെ.എസ്. ജെയിംസ് അച്ഛനാണ്. അച്ഛൻ യുവജന പ്രവർത്തനങ്ങളെ വളരെയധികം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. വളരെ പ്രചോദനമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എൻ്റെ അധ്യാപകൻ കൂടെയാണ്. അച്ഛനിൽ നിന്നും ദൈവവചനം കേൾക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. വളരെ സരസമായി ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം ഏറെ കൃപ നൽകിയിട്ടുള്ളതായ പ്രിയ അച്ഛനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയന്റെ ഈ ക്രിസ്മസ് രാവിൽ ദൈവവചനം അറിയിപ്പാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള സമയം ദൈവവചനം കേൾക്കുവാനായിട്ട് പ്രാർത്ഥനയോട് നമുക്കായിരിക്കാമല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോറി ടു ഗോഡ് ആൻഡ് ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഇൻ ജീസസ് പ്രഷ്യസ് നെയിം. കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം വഹിക്കുന്ന സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിൻസൺ തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട SK ഡയോസിലെ വൈദിക ശ്രേഷ്ഠര്, മറ്റുള്ള വൈദികര്, സുവിശേഷന്മാര്, സേവരിമാർ, എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത SKD ഡയോസിന്റെ യൂത്ത് യൂണിയൻ സെക്രട്ടറി ഫിലിപ്പ് ടി, അതുപോലെ തന്നെ യൂത്ത് യൂണിയന്റെ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തില് സ്നേഹവന്ദനം. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മെ സന്തോഷിപ്പിച്ച, ദൈവനാമം ഉയർത്തിയ ഗായക സംഘങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് പാട്ടുകൾ ഉണ്ടല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ പ്രിയപ്പെട്ടവരിൽ കൂടെ, നമ്മൾ കൂടെ ദൈവവചനം സംസാരിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, എന്താണ് ക്രിസ്മസ്? വാട്ട് ഈസ് ക്രിസ്മസ്? ക്രിസ്മസിനെ പറ്റി 4 വാക്കുകളിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് ഇൻ 4 words. ഒന്നാമതായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലെ ലെറ്റർ R ആണ്. ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ഗോഡ്. ദി സെക്കൻഡ് ലെറ്റർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഇറ്റ് ഈസ് ദി റിഡംഷൻ ഓഫ് ഗോഡ്. മൂന്നാമത്തെ R പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് ദി റെക്കൺസിലിയേഷൻ ഓഫ് ഗോഡ്. നാലാമതായ R പറയാനുള്ളത് ദി റെസ്പോൺസ് ടു ക്രിസ്മസ്. ഈ 4 Rകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ഹൂവർ ബിലീവ്സ് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ്. സൺഡേ സ്കൂൾ മുതൽ നമ്മളൊക്കെ കാണാതെ പഠിച്ച ഒരു വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും, നമുക്ക് പറയാം, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസ് ഒരു 4 വാക്യങ്ങളിൽ പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് സമ്മറി ഓഫ് ക്രിസ്മസ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഹി ഗേവ് ഹിസ് സൺ, whoever believes in him shall not perish but have everlasting life. ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്റെ മകനെ തന്നു. വിശ്വസിക്കുന്ന ഏവനും എന്ത് ചെയ്യും? നശിച്ചു പോകയില്ല, അവന് നിത്യജീവനുണ്ട്. ദാറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് സമ്മറി ഓഫ് ക്രിസ്മസ്. മഹാനായ ജെയിംസ് ഇർവിന് അപ്പോളോ 15 ചന്ദ്രനിലേക്ക് പോയി അദ്ദേഹം ഭൂമിയെ ഒരു ചന്ദ്രകല പോലെ കണ്ടെന്നാ പറയുന്നത്. ചന്ദ്രനിലിരുന്നത്. ബഹിരാകാശത്തേക്ക് പോയ ജെയിംസ് ഇർവിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അപ്പോളോ 15 ചന്ദ്രനിലേക്ക് പോയത് നിങ്ങൾ വിവരിക്കുമ്പോൾ നിങ്ങളെ അതിശയപ്പെടുന്നത് എന്താണെന്ന് ജെയിംസ് ഇർവിനോട് ചോദിക്കുന്നുണ്ട്. ജെയിംസ് ഇർവിൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, അപ്പോളോയിൽ ഈ 15 യാത്ര ചെയ്ത് ചന്ദ്രനിലേക്ക് പോകുന്നത് വളരെ അതിശയമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്നെ അതിശയിപ്പിച്ചത് അതല്ല. എന്നെ അതിശയിപ്പിച്ചത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ്. Now, the one thing that surprises me is the incarnation of God in the person of Jesus Christ. ദൈവം മനുഷ്യനായിട്ട് വന്നതാണ് എന്നെ അതിശയിപ്പിച്ച ജെയിംസ് ഇർവിൻ പറയുണ്ടായി. എന്താണ് ക്രിസ്മസ്? വാട്ട് ഈസ് ക്രിസ്മസ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറഞ്ഞുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ, ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവാഞ്ചലിക്കക്കാരായ വിശ്വാസികളായ നാം പറയേണ്ടതുണ്ട്, ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് എന്തല്ല എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. അച്ഛൻ അത് ആദ്യം പറഞ്ഞു. ക്രിസ്മസ് എന്തല്ല എന്ന് പറഞ്ഞിട്ട് വേണം ഇനി ക്രിസ്മസ് എന്താണെന്ന് പറയേണ്ടത്. ഞാൻ ഇന്ന് എന്നെ സ്നേഹിക്കുന്ന 2-3 കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ആരാ സാന്റാക്ലോസ്? അറിയാം, ക്രിസ്മസ് അപ്പൂപ്പനാണെന്ന് പറഞ്ഞു. ക്രിസ്മസ് അപ്പൂപ്പൻ, കുടവയറുള്ള അപ്പൂപ്പൻ. ഞാൻ ചോദിച്ചു, അതിനേക്കാളും എന്തെങ്കിലും അറിയാമോ? ഇന്ന് കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണത്തിൽ യേശു അപ്രത്യക്ഷമായിരിക്കുന്നു, മറ്റൊരു വ്യക്തി പ്രത്യക്ഷമായിരിക്കുന്നു. അതാണ് സാന്റാക്ലോസ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഏഷ്യ മൈനറിലെ മൈർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന സെയിന്റ് നിക്കോളാസ്, കുട്ടികളെ സ്നേഹിച്ചിരുന്ന ബിഷപ്പ് നിക്കോളാസ്, ക്രിസ്മസ് കാലയളവില് കുട്ടികളുടെ വീട്ടിൽ പോയി അവർക്ക് ചോക്ലേറ്റുകളും മുട്ടായികളും കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ഓർമ്മിക്കാനായിട്ട് അന്നത്തെ സഭകളെല്ലാം കൂടെ കൂട്ടിവെച്ച ഒരു പരിപാടിയാണ് സെയിന്റ് നിക്കോളാസിന്റെ പരിപാടി. സെയിന്റ് നിക്കോളാസ് ഒരു കുപ്പായമൊക്കെ ഇട്ട്, ബിഷപ്പായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു കുപ്പായം, അതാണ് പിങ്ക് കുപ്പായൊക്കെ ഇടുന്നത്. പിങ്ക് കുപ്പായമൊക്കെ ഇട്ട്, തോളയിൽ ഒരു ബാഗൊക്കെ ഇട്ട്, അതിനകത്ത് ചോക്ലേറ്റുമായിട്ട് കടന്നു വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത് മരിച്ചുപോയ ബിഷപ്പ് നിക്കോളാസിന്റെ ഓർമ്മയ്ക്കാണെന്നാ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ സ്ഥാനം ഇന്ന് ക്രിസ്തുവിന്റെ സ്ഥാനത്തെക്കാൾ വലിയതാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇന്ന് വാണിജ്യവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ കുപ്പായങ്ങൾ വിൽക്കുന്ന അദ്ദേഹത്തിൻ്റെതാണ്. കാശുണ്ടാക്കാനായിട്ട് ലോകം കണ്ടുപിടിച്ച ഒരു വഴിയെന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് അന്ന് ഈ സാന്റാക്ലോസ് ഈ റെയിൻഡിയർ എന്ന് പറയുന്ന ആ റിയൻഡിയറിനോട് ചേർന്ന് അവിടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ അവിടെ പാടുന്ന ഒരു പാട്ടുണ്ട്, ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ, ഓ വാട്ട് ഫൺ ഇറ്റ് ഈസ് ടു റൈഡ് എ വൺ ഹോഴ്സ് ഓപ്പൺ സ്വേ എന്നൊക്കെ നമ്മുടെ പിള്ളേരും പാടാറുണ്ട്. നമുക്കറിയാം 24 ക്രിസ്മസിൽ ടിവിയിലെല്ലാം കാണുന്നത് ഈ റെയിൻഡിയറിന്റെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ക്രിസ്മസ് അപ്പൂപ്പനെയാ. കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ അവിടെ ഒരു സ്നോയും ഇല്ലായിരുന്നു. എന്നാല് അന്ന് കാണിക്കുന്നത് ഈ സ്നോയിൽ കൂടെ പോകുന്ന അപ്പൂപ്പനെയാണ് കാണിക്കുന്നത്. ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന പാട്ട് ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പാട്ടാ. അതിനകത്ത് യേശുവിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ക്രിസ്മസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സ്നോയിൽ കൂടെ പോകുന്ന, ഡെയിൻഡിയറിൽ പോകുന്ന അപ്പൂപ്പന്റെ വണ്ടിയാണ് ഇന്നത്തെ ഏറ്റവും ക്രിസ്മസിന് ഉപയോഗിക്കുന്ന ഫേമസ് ഗാനം. അതുകൊണ്ട് ക്രിസ്മസ് എന്തല്ല എന്ന് പറയേണ്ട കാലം വന്നിരിക്കുന്നു. ക്രിസ്മസ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. പണ്ടൊരു കൊച്ചിനോട് ചോദിച്ചു, ക്യാൻ യു എക്സ്പ്ലെയിൻ ടു മീ ഹൂ ഈസ് ഗോഡ്? ദൈവം ആരാണെന്ന് ഒന്ന് വിവരിക്കാമോ എന്ന് പെൺകുട്ടിയോട് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഗോഡ് ഈസ് സോ ബിഗ് that the heaven cannot contain him. He is so small that he lives in my small heart. ദൈവം വലിയവനാണ്, സ്വർഗത്തിന് അവനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല, എന്നാൽ അവൻ ചെറിയവനായി എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. That is all about Christmas, my friend. ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്മസ്. അത് ഇന്ന് ചുരുക്കി അത് എക്സ്മസ് ആക്കി. എക്സ് കണ്ടിട്ടില്ലേ? എക്സ് ഗുണനചിഹ്നം. മാത്തമാറ്റിക്സില് എക്സ് എന്ന് പറയുന്നത് is always stands for an unknown person or an unknown figure. കണക്ക് പഠിക്കുന്നവർക്കറിയാം, ചാക്കോച്ചൻ എന്ന് എഴുതത്തില്ല. ചാക്കോച്ചൻ തോമാച്ചന് 2 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് 2 രൂപ കൊടുക്കുന്ന എക്സാ ഉപയോഗിക്കുന്നത്. അൺനോൺ പേഴ്സൺ, അറിയപ്പെടാത്ത ഒരു വ്യക്തി. റോജർ എന്ന മനുഷ്യൻ എക്സ്റേ കണ്ടുപിടിച്ചപ്പോൾ എക്സ്റേ എന്ന് പറഞ്ഞ രശ്മി ചില വസ്തുക്കളിൽ കയറുന്നു, ഫോട്ടോ എടുക്കുന്നു, ചിലതിൽ അത് കയറുന്നില്ല. അതുകൊണ്ട് റോജറിന് തന്നെ മനസ്സിലായി ഈ രശ്മിയെ പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് ഹി കോൾ ഇറ്റ് ആസ് എക്സ്റേ എന്ന് പറഞ്ഞാൽ അൺനോൺ രശ്മി എന്നാ പറയുന്ന, അറിയപ്പെടാത്ത രശ്മി. ഇന്ന് പലരും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് ഗ്രീറ്റിംഗ്സും വാട്സപ്പിലൊക്കെ അയക്കുന്നുണ്ട്. ഹാപ്പി എക്സ്മസ് ആക്കി എന്ന് പറഞ്ഞാൽ എഴുതുന്ന എനിക്കും അറിയത്തില്ല എന്താണെന്ന്, കേൾക്കുന്ന അവനും അറിയത്തില്ല, വായിക്കുന്നവനും അറിയത്തില്ല, ഷെയർ ചെയ്യുന്നവനും അറിയത്തില്ല, ഡിലീറ്റ് ചെയ്യുന്നവനും അറിയത്തില്ല. വാട്ട് ഈസ് ക്രിസ്മസ്? നമ്പർ 1, it is a revelation of God. ദൈവത്തെ വെളിപ്പെടുത്തിയതാണ് ക്രിസ്മസ് എന്ന് ലോകത്തെ വിളിച്ചറിയിക്കണം. നമ്പർ 2, it is a redemption of God or the redemptive act of God. ഞാനൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ 1-ൽ പറഞ്ഞിരിക്കുന്നത്, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന്
വിടുവിപ്പാനിരിപ്പുണ്ട്, രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. The word Jesus means savior or redeemer എന്നുള്ള വാക്കാണ്. റിഡീമർ എന്നുള്ള വാക്ക് ലൂക്കോസ് 2 തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്കിനോടൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. ആ നാഴികയിൽ അവളും ഹന്ന അടുത്ത ദൈവത്തെ സ്തുതിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. വീണ്ടെടുപ്പ്, ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് റിഡംഷൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലൂക്കോസ് 2:25 വായിക്കണം. യെരുശലേമിൽ ശിമിയോൻ എന്നുള്ള പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു പറഞ്ഞിട്ട് 31-ാം വാക്യം ലൂക്കോസ് 2:31, നീ സകല ജാതിയുടെ മുമ്പിൽ നോക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഐ സോ ദാറ്റ് സാൽവേഷൻ, ഐ സോ ദാറ്റ് സേവിയർ ആൻഡ് ഐ സോ ദാറ്റ് റിഡീമർ. എന്താ ക്രിസ്മസ്? 2-ാമത്തെ 6. നിങ്ങൾ എന്നെ മറന്നാൽ ഇത് മറക്കില്ല കേട്ടോ. യു ക്യാൻ ടെൽ ടു എനിവൺ, ക്രിസ്മസ് ഈസ് എ റെവലേഷൻ, ഒരു വെളിപ്പെടുത്തലാണ്. ക്രിസ്മസ് ഈസ് എ റിഡംപ്റ്റീവ് ആക്ട്. അത് ഒരു വീണ്ടെടുപ്പാണ്. ഇന്ന് രാവിലെ ഞാൻ പള്ളി പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം 2021 വർഷം കഴിഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസംഗിക്കേണ്ടതെന്നറിയാമോ? യേശുവിന്റെ ജനനം മറ്റൊരു ജനനത്തിലേക്ക് വഴി നടത്തണം. അതേ ജനനമാ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിന്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം കാണുവാൻ കഴിയുകയില്ല. എന്നിട്ട് നിക്കോദിമോസിനോട് 3:5 യേശു വീണ്ടും പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാനായിട്ട് കഴിയുകയില്ല. 2021 യേശുവിന്റെ ജന്മം കൊണ്ടാടുന്ന ലോക സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ഇന്ന് നടക്കേണ്ടത് വീണ്ടും ജനനമാ. യേശു ജനിക്കേണ്ടത് പുൽക്കൂട്ടിലല്ല. നമ്മൾ പാടത്തില്ലേ, പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി. എന്തോ പാട്ടാ. ഇന്നും യേശുവിനെ പുൽക്കൂട്ടിൽ പൊന്നുണ്ണിയായിട്ട് കിടത്തിയിരിക്കുക. ഉള്ളി കയറ്റത്തില്ല, അകത്ത് കയറ്റത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല. ഈ പൊന്നുണ്ണി വീടിന്റെ അകത്ത് കയറിയാൽ, ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ കള്ളു കുടിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കള്ളു വിൽക്കുന്നതും, ഏറ്റവും കൂടുതൽ കാർഡ് വിൽക്കുന്നതും, ഏറ്റവും കൂടുതൽ കേക്ക് വിൽക്കുന്നതും, ഏറ്റവും കൂടുതൽ സ്റ്റാർ വിൽക്കുന്ന സമയമാണ് ഇത്. ബിസിനസിന്റെ സമയമാണ്. എന്നിട്ട് അവന് പാടാം പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി. യേശുവിനെ പൊന്നുണ്ണിയാക്കാനുള്ള സമയമല്ല. യേശുവിനെ വീണ്ടെടുപ്പുകാരനാക്കി എന്റെ ഉള്ളിൽ കടന്നു വന്ന് വീണ്ടും ജനനം പ്രാപിച്ചവന് മാത്രമേ ഈ ക്രിസ്മസ് അർത്ഥവത്താകത്തുള്ളൂ. അല്ലാത്തവന്റെ വീട്ടിലൊന്നും ഈ യേശു ജനിക്കത്തില്ല. അവിടെ സന്തോഷമില്ല, അവിടെ വിടുതലില്ല. അവിടെ ഇന്നും ഇരുട്ട്, അന്നും ഇരുട്ട്, നാളെയും ഇരുട്ട്, മറ്റേനാളിലും ഇരുട്ട്. അതുകൊണ്ട് ഇന്ന് നടക്കേണ്ട ജനനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ 2-ാമത്തെ ജനനം അല്ല, വീണ്ടും ജനനമാണ്. വീണ്ടും ജനനമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവര് ഒരുങ്ങേണ്ടത് 2-ാമത്തെ വരവിനാ. പ്രൈസ് ദി ലോർഡ്. സോ ഇറ്റ് ഈസ് an act of redemption. That is second word. അത് വീണ്ടെടുപ്പിന്റെ സന്ദേശമാണ് ക്രിസ്മസ്. ഞാൻ പറയട്ടെ, ക്രിസ്മസ് ഈസ് നോട്ട് എ സെലിബ്രേഷൻ. ക്രിസ്മസ് ഒരു ആഘോഷമല്ലെന്ന് നമ്മൾ ഓർത്തോണം. ഹന്ന ദൈവത്തെ സ്തുതിച്ചെന്നാ പറയും. എന്നതാ പറയുന്നത്? വിദ്വാൻമാർ യേശുവിനെ നമസ്കരിച്ചെന്നാ പറയും. ശിമയോൻ യേശുവിനെ പുകഴ്ത്തി എന്നാ പറയുന്നത്. സോ പുകഴ്ത്തി എന്നുള്ളത് ആഘോഷമല്ല, ഇറ്റ് ഈസ് അഡോറേഷൻ. 2021 സെലിബ്രേഷൻ വേണ്ടവർ നടത്തിക്കോട്ട്. കാരണം സെലിബ്രേഷൻ നടത്തിയേ പറ്റൂ. അവർക്ക് കാരണം കാശ് വേണ്ടേ. ക്രിസ്മസ് ഈസ് നോട്ട് എ സെലിബ്രേഷൻ. ഈവൻ ഐ ആം അഗൈൻസ്റ്റ് ദി വേർഡ് യൂസിങ് മെറി ക്രിസ്മസ്. വാട്ട് ഈസ് മെറി ക്രിസ്മസ്? എന്താ മെറി? മെറി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഫൺ ഓഫ് ക്രിസ്മസ്. കുടിക്കാം, ആടാം, തുള്ളാം. 24 നോക്കിക്കോ, എത്ര ആടിന്റെ ജീവൻ പോവും, എത്ര കാളയുടെ ജീവൻ പോവും, എത്ര പോത്തിന്റെ ജീവൻ പോവും, പിന്നെ ചിലവന്മാരുടെ ജീവനും പോവും. കാരണം വേണമെങ്കിൽ കള്ളു കുടിച്ച് ചാവുകയും ചെയ്യും. സംഭവിക്കേണ്ടത് വീണ്ടും ജനനമാണ്. ഇറ്റ്സ് എ റിഡംപ്റ്റീവ് ആക്ട് ഓഫ് ഗോഡ്. ഇറ്റ്സ് നോട്ട് എ മെറി മേക്കിംഗ്, ഇറ്റ്സ് നോട്ട് എ സെലിബ്രേഷൻ, ഇറ്റ് ഈസ് എൻ അഡോറേഷൻ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, ഓ കം ലെറ്റ് us adore. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. Come, let us celebrate എന്നല്ല പാടുന്നത്. അത് മലയാളത്തിലുണ്ട്. എന്താ? വാ വന്നു വാഴ്ത്തിൻ അല്ലേ? വാഴ്ത്തിൻ, അവനെ സ്തുതിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ സെലിബ്രേഷൻ, ഇറ്റ്സ് എൻ അഡോറേഷൻ. 3-ാമത്തെ വാക്ക്, ഇറ്റ് ഈസ് എ റെക്കൺസിലിയേഷൻ or a reconciliation. ഇന്ന് 2-ാം ഭാഗമായിട്ട് വായിച്ചെടുത്ത് പറഞ്ഞിരിക്കുന്നത്
നമുക്ക് 4 വിത്തൗട്ട് 5 വിത്തൗട്ട് ഉണ്ടായിരുന്നു. 5 വിത്തൗട്ട് സാധനം ഉപയോഗിക്കുന്നത് എവിടെ? കട ചായ കുടിക്കാൻ പോകുന്ന വേണ്ട ഒരു വിത്തൗട്ട് ചായ തരണ്ടെന്ന് പറയും. വിത്തും വിത്തൗട്ടും. ഒരിക്കൽ ക്രിസ്തുവില്ലാത്തവരായിരുന്ന നമ്മൾ 5 വിത്തൗട്ട് ആയിരുന്നു. 1, we were without the citizenship. 2, we were without God. 3, we were without Christ. 4, we were without hope and we were without covenant. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പൗരത്വമില്ലാത്തവരായിരുന്നു, ഉടമ്പടികളില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, യേശുവില്ലാത്തവരായിരുന്നു, ക്രിസ്തുവില്ലാത്തവരായിരുന്നു. 5 വിത്തൗട്ട്സിനെ വിത്താക്കാനാണ് യേശു വന്നത്. That we call reconciliation. നിരപ്പാക്കണമെന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ നമുക്ക് തരുവാനായിട്ട് യേശു വന്നു. നമുക്കൊരു ഉടമ്പടി തന്നു, പുതിയ ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പൗരത്വം തന്നു സ്വർഗത്തിൽ. ഇന്ന് 2021 യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ചോദ്യത്തിന് മുൻപാകെ ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗീയ പൗരത്വം ഇല്ലാത്തവൻ നരകത്തിന്റെ വാതിലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുമ്പോ, സ്വർഗീയ പൗരത്വം സ്വീകരിച്ച് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവന് സ്വർഗത്തിന്റെ പടിവാതിലിലേക്ക് പടിവെച്ച് പോകണം നാം ഓർക്കണം. We were once without. ഇല്ലാത്തവരായിരുന്നു. യേശു ഇല്ലാത്തവർ, ദൈവമില്ലാത്തവർ, പൗരത്വമില്ലാത്തവർ, ഉടമ്പടി ഇല്ലാത്തവര്, മാത്രമല്ല ക്രിസ്തുവില്ലാത്തവരായിരുന്നു. യേശുവിന്റെ വരവോടുകൂടി reconciliation happened. And the fourth word R. 1 ഞാൻ പറഞ്ഞു, it is revelation, വെളിപ്പെടുത്തൽ. 2, redemption, വീണ്ടെടുപ്പ്. 3, reconciliation, നിരപ്പ്. 4ാമത്തെ ഞാൻ പറയട്ടെ, what is our response to Christmas? ക്രിസ്മസിനോടുള്ള നമ്മുടെ മറുപടി എന്താണ്? ശിമോൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലൂക്കോസ് 2 പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നാഥാ സമാധാനത്തോടെ അടിയനെ അയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ മഹത്വവും നീ സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണുവല്ലോ എന്നാ പറയുന്നത്. He received salvation the moment he met Jesus Christ. അതുകൊണ്ട് ഇന്ന് 2021 നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? ശിമയോനെ പോലെ നമ്മളും പറയണം, ഇപ്പോൾ നാഥാ സമാധാനത്തോടെ എന്നെ അയക്കണം. ഇന്ന് ഒരുപാട് പേര് സമാധാനമില്ലാതെ കഴിയുകയാണ്. കുടുംബത്തിൽ കലഹമാണ്, ഓഫീസിൽ കലഹമാണ്, പള്ളിയിൽ കലഹമാണ്, കമ്മിറ്റിയിൽ കലഹമാണ്, സമൂഹത്തിൽ കലഹമാണ്, വ്യക്തികൾ തമ്മിൽ കലഹമാണ്. ഈ കലഹങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം പ്രാപിച്ച് യേശുവിനെയൊക്കെ സ്വീകരിക്കുമ്പോൾ റെസ്പോൺസ് ടു ദ ക്രിസ്മസ് വിൽ ബി മീനിങ്ഫുൾ. അതുകൊണ്ട് ശിമയോനൊപ്പം പറയണം, ദൈവമേ നിന്റെ രക്ഷയെ കാണുവാൻ സ്വീകരിക്കുവാൻ കൃപ ചെയ്യണം. ഹന്ന പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ കാണുവാനുള്ള ഭാഗ്യം തന്നല്ലോ. The second response must be praising God for the redemption. 3ാമത്തെ റെസ്പോൺസ്, വിദ്വാൻമാർ യേശുവിന്റെ അടുക്ക ചെന്ന് യേശുവിന്റെ മുൻപിൽ വണങ്ങി നമസ്കരിച്ചു. So worship him, അവനെ ആരാധിക്കുക. And that is a response to Christmas. Christmas is not about the manger. Christmas is not about cakes and cards. Christmas is not about Santa Claus. Christmas is not Xmas. Christmas is receiving the Savior of the world. ലിയോനാർഡോ ഡാവിൻസിയെ പറ്റി നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഡാവിൻസി യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ പടം വരച്ചവനാണ് ലിയോനാർഡോ ഡാവിൻസി. ഡാവിൻസി യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ പടം വരച്ചതിന് ശേഷം ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, ഹൗ ദിസ് പിക്ചർ ലുക്ക് ലൈക്ക്? ഈ അന്ത്യത്താഴത്തിന്റെ പടം എങ്ങനെയുണ്ടെന്ന് ഡാവിൻസി കൂട്ടുകാരനോട് ചോദിച്ചു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, യേശുവിന്റെ കയ്യിലിരിക്കുന്ന ആ തിരുവത്താഴത്തിന്റെ കാസായും പിലാസും നല്ലോലെ തിളങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. The casa and the pilasa Jesus is holding in his hand is shining. തിളങ്ങുന്നെന്ന് പറഞ്ഞു. ഉടനെ ഈ ഡാവിൻസി ഒരു ബ്രഷ് എടുത്തിട്ട് ആ കാസായും പിലാസ് എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിന്റെ കപ്പിന് ഒരു ബ്രഷ് ചെയ്തപ്പോ അതിന്റെ തിളക്കം മങ്ങിപ്പോയി. ഉടനെ ആ കൂട്ടുകാരൻ വിഷമത്തോട് ചോദിച്ചു, why did you do this? നീ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം ഡാവിൻസി പറഞ്ഞു, I don't want the casa and pilasa of Jesus to shine, but I want to shine to see the face of Jesus shine. യേശുവിന്റെ കയ്യിലിരിക്കുന്ന തിരുവത്താഴത്തിന്റെ കപ്പല്ല ഷൈൻ ചെയ്യേണ്ടത്, യേശുവിന്റെ മുഖമാണ് തിളങ്ങേണ്ടതെന്ന് ഡാവിൻസി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിളങ്ങേണ്ടത് യേശുവിന്റെ മുഖമാണ്. 2021 നമ്മിൽ കൂടെ നമ്മുടെ ഈ അഡോറേഷനിൽ കൂടെ യേശുവിന്റെ മുഖം തിളങ്ങട്ടെ. വിഷ് യു ഓൾ എ ഹാപ്പി ക്രിസ്മസ്, എ മീനിങ്ഫുൾ ക്രിസ്മസ് ആൻഡ് എ ബ്ലെസ്സഡ് ന്യൂ ഇയർ. അതുകൊണ്ട് ഇറ്റ്സ് എ റെവലേഷൻ, ഇറ്റ്സ് എ റിഡംഷൻ, ഇറ്റ്സ് എ റിക്കൺസിലിയേഷൻ, ഇറ്റ് ഈസ് എ ഗുഡ് റെസ്പോൺസ്.
ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന യൂസ് യൂണിയനോടും ബെൻസൺ അച്ഛനോടും നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് അച്ഛൻ. പാപപങ്കിലമായ ലോകത്തിൽ ദൈവം നൽകിയതായ ശ്രേഷ്ഠമായിട്ടുള്ള വെളിപ്പെടുത്തൽ, തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി, നമ്മൾ ലോകരക്ഷിതാവായ കർത്താവിനെ നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു നൽകി. അവൻ നമ്മളെ വീണ്ടെടുപ്പാൻ, നമ്മളെ നീതീകരിപ്പാൻ തക്കവണ്ണം നമ്മളോട് കാണിച്ച കരുണയെ നാം ധ്യാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതയാത്രയിൽ അവൻ നമ്മളിൽ വാഴുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ആഴത്തിൽ ചോദിപ്പാൻ തക്കവണ്ണം ഈ അനുഗ്രഹീതമായിട്ടുള്ളതായ സമയം ദൈവമായ കർത്താവ് നമുക്ക് പ്രിയ അച്ഛനിലൂടെ ദൈവവചനത്തിലൂടെ നൽകിയല്ലോ. നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്? ക്രിസ്തു എന്നിൽ വാഴുന്നുണ്ടോ? അവനെ റിഫ്ലക്ട് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അവനെ ആരാധിപ്പാൻ, അവനെ പുകഴ്ത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നാം ദൈവസന്നിധിയിൽ ഒരുക്കത്തോടു കൂടെ നമ്മൾക്കായിരിക്കാം. നമ്മൾക്ക് ഇപ്പോൾ ഒരു കരോൾ ഗാനം കൂടെ കേൾക്കാം. മൈലച്ചിൽ ഇടവക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. വിപിൻ കുമാർ, കേൾക്കുന്നുണ്ടോ?
മൈലച്ചൽ ഇടവകയിൽ നിന്നും ഈ ഗാനം ആലപിച്ചതായ പ്രിയപ്പെട്ടവരുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായിട്ടുള്ളതായ ദൈവവചനം കേട്ടല്ലോ. കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം. OP പൗലോസ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? OP പൗലോസ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ചാച്ചന് ക്രിസ്മസ് റൗണ്ടിങ്ങിന് പോയിരിക്കാൻ തോന്നുന്നതാണ്. ഓക്കെ. ടോണി തോമസ് അച്ഛൻ പ്രാർത്ഥിക്കാം. ടോണി തോമസ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ടോണി അച്ഛൻ കേൾക്കാമോ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള വിശുദ്ധ ദിവസം ഈ വൈകുന്നേരം സമയം ദൈവസന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വന്നപ്പോൾ സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയൻ ആയിട്ട് ക്രിസ്മസ് പ്രോഗ്രാമുകൾ അതിൻ്റെതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ നടുവിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് കർത്താവെ അവിടുത്തെ വചനം കേൾക്കുക എന്നുള്ളതാണ്. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളും താലന്തുകളും ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങൾ വിനിയോഗിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നതിനോടും ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനോടുമൊപ്പം ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിൽ വന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം അതെന്തിനാകുന്നു, അതിന് ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ മുൻപോട്ട് ജീവിക്കണം എന്നുള്ളതൊക്കെ ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവവചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളത്തോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. വചനം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ അവിടുന്ന് ശ്രേഷ്ഠമായിട്ട് ഉപയോഗിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. പിതാവെ, അങ്ങ് ഞങ്ങളിൽ വാഴുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളതായ ഉറപ്പോടുകൂടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. നിത്യമായിട്ടുള്ള അനുഭവത്തിൽ സമാധാനത്തോടെ ചേർക്കപ്പെടുന്നതായ ഒരു സാവകാശത്തിനായിട്ട് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരെങ്കിലേക്ക്, ഞങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവെങ്കിലേക്ക്, ഞങ്ങളെ നീതിയൊരുപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ കാണിക്കുന്നവെങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഓട്ടം ഓടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അവിടുത്തെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യവും കരുതലും കാവലും ആ കൃപയോട് അങ്ങേ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതായി അങ്ങയുടെ പ്രകാശം വഹിക്കുന്നവരായി ലോകത്തിന്റെ വെളിച്ചമാകുന്ന സമാധാനത്തിന്റെ പ്രഭുവായവൻ ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങളെ കാണുന്നവർ മനസ്സിലാക്കുന്ന നിലയിൽ ദൈവകൃപയോടെ ജീവിപ്പാൻ ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഇന്ന് ഇത് കേട്ടിട്ടുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ അതിനെക്കുറിച്ച് പൂർണ്ണ ഉറപ്പുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾക്ക് ഇപ്പോൾ ഒരു കോറിയോഗ്രാഫി കാണുവാനായിട്ടുള്ള സമയമാണ്. കൊല്ലം ഇടവയിൽ നിന്നുള്ളതായ പ്രിയ കുഞ്ഞുങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതായ ഒരു കോറിയോഗ്രാഫി നമുക്ക് കാണാം.
കൊല്ലം ഇടവകയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എടുത്ത എഫോർട്ടിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കൊല്ലം മുഖത്തല കൈതക്കോട് ഈ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായ പ്രിയ സുവിശേഷൻ ബിജു ഉപദേശിയുടെ മകൾ പ്രിയ ഹന്ന മുഖത്തല ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കുന്നു. ആ ഗാനം നമുക്ക് ശ്രവിക്കാം. സംഗീതം അതിർവാതിൽ സംഗീതം അതിർമോഹനം സംഗീതം കേട്ടോ നീലവാതിലിൽ നക്ഷത്രം കണ്ടു ചിമ്മിടും നക്ഷത്രം നന്ദി തൂകിടും നക്ഷത്രം കണ്ടോ ദൂത് കാണുന്ന സംഗീതം മോദമേകുന്ന സംഗീതം വേദനയിലെ സംഗീതം കേട്ടോ ദൂത് നൽകുന്ന നക്ഷത്രം ചാരി നിൽക്കുന്ന നക്ഷത്രം നീതി കാട്ടുന്ന നക്ഷത്രം കണ്ടോ ദിവ്യ സംഗീതം കേട്ടോ പുണ്യതാരം സന്തോഷേകുവാൻ വന്നോ നീ തീരുന്നതല്ലോ സങ്കടങ്ങളെ കാറ്റോ കൊണ്ടുപോയത് സത്യം നീങ്ങുവാൻ വന്നോ നീ തീരുന്നതല്ലോ ശാന്തിയിലും സന്ദേശം കാതിലോകിലും നക്ഷത്രം നിന്റെ ഉള്ളിലെ സ്നേഹദീപമായി മാറ്റാം നീലവാനിലും മേലുള്ള സ്നേഹമാതിരും സർവേശം കണ്ട നേരിലും കരുണേകും സ്നേഹം മോക്ഷമേകിലും ആനന്ദമാനവത്തിലും സൗജന്യം ആശമേകിലും സന്തോഷം ദ്വേഷമാക്കിലും സൗഭാഗ്യം ഈനുകരം മധുപകരം തുടിവിലും സന്തോഷത്താൽ ഈനുകരം മധുപകരം തുടിവിലും സന്തോഷത്താൽ ദിവ്യ സംഗീതം കേട്ടോ പുണ്യതാരം സന്തോഷേകുവാൻ വന്നോ നീ തീരുന്നുവല്ലോ സങ്കടങ്ങളിൽ കാറ്റോ കൊണ്ടുപോയത് സത്യം നീങ്ങുവാൻ വന്നോ നീ തീരുന്നുവല്ലോ. ശ്രുതി മനോഹരമായ ഗാനത്തിന് ഹന്നമോളുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് ഇപ്പോൾ വാളകം ഇടവക അവതരിപ്പിക്കുന്നതായ ക്രിസ്മസ് ഗാനം കേൾക്കാം. വാളകം ഇടവക അവതരിപ്പിക്കുന്നതായ ക്രിസ്മസ് ഗാനം. Sarada
നമ്മളുടെ കുഞ്ഞുങ്ങൾ നിരവധി താലന്തുകളും ദൈവകൃപയും നിറഞ്ഞ കുഞ്ഞുങ്ങളാകെ കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കഴിവുകൾ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ ശ്രേഷ്ഠമായിട്ട് മാനിച്ച് നടത്തട്ടെ. ദൈവത്തോട് ചേർന്ന് അവരുടെ ജീവിതയാത്ര തുടരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാളകം ഇടവകയിലെ കുഞ്ഞുങ്ങളോട് അതിന് നേതൃത്വം വഹിച്ച വിനോദ് എല്ലാവരോടുമുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്നതായ ഓരോ പ്രോഗ്രാമുകളും ഇനി കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വളരെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവുള്ളതായ നിലയിലാണ് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഈ ദിവസം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ നോട്ടീസും കാര്യങ്ങളും ഒക്കെ നൽകിയിരുന്നുവെങ്കിലും ഇന്നലെ വരെയും പ്രോഗ്രാമുകൾ തരുന്നവർക്ക് അതിനുള്ളതായ ക്രമീകരണങ്ങൾ അതിന് ഓപ്പൺ ആയിട്ട് തന്നെ നൽകുന്നതായ നിലയിൽ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഡേറ്റ് ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെതായ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതും അതുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് എത്ര പ്രോഗ്രാമുകളുണ്ട്, സമയം എത്ര എന്നുള്ളതൊക്കെ അത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് വളരെയധികം ഡിലേ ആകുന്നതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പരിമിതമായിട്ടുള്ളതായ സൗകര്യങ്ങളുടെയും സമയത്തിന്റെയും ഒക്കെ നടുവിൽ അനേക കുഞ്ഞുങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതിന്റെ നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം അധ്വാനിച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് നൽകിയിട്ടുള്ളത്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തലച്ചിറ, പ്ലാച്ചേരി, തൃക്കണമംഗൽ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായ പ്രിയ സുവിശേഷകൻ സൈമൺ ജോൺ ഉപദേശിയുടെ മകൾ ഡീലി സൈമൺ തലച്ചിറ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതായിട്ട്.
ഈ ക്രിസ്മസ് സായാഹ്നത്തിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിൽ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമാണ് അടുത്തതായിട്ട് നാം കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് പോകുന്നത്. കൊല്ലം ഇടവകയിൽ നിന്നും പ്രിയ ശ്രേയ ജൂബി ആലപിക്കുന്നതായ ഒരു ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. One star burns in the darkness, shines with a promise, Emmanuel. One shall born in the stillness, living within us, Emmanuel. We're singing glory, glory. Let there be peace. Let there be peace. We're singing glory, glory. Let there be peace. Let it start in me. One voice speaks for the voiceless, hope for the hopeless, Emmanuel.
us together, now and forever, Emmanuel. We're singing glory, glory. Let there be peace. Let there be peace. We're singing glory, glory. Let there be peace. Let it start in me. Do not be afraid. His love is strong enough to save us. Nothing stands in the way. His love is strong enough to lead us. Do not be afraid. His love is strong enough to save us. Nothing stands in the way. His love is strong enough to lead us. To sing glory, glory. Let there be peace. അനുഗ്രഹീതമായിട്ടുള്ള ഗാനം ആലപിച്ച ശ്രേയയോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാം ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പരിമിതമായിട്ടുള്ളതായ സമയത്തിന്റെ ഉള്ളിൽ ഈ ക്രമീകരണങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. ഈ പ്രോഗ്രാമുകൾ ലഭിക്കുന്നത് നെറ്റിലൂടെയൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ളതായ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, എല്ലാ പ്രോഗ്രാമുകളും സമയബന്ധിതമായിട്ടല്ല ലഭ്യമായി തീർന്നത്. അതിലെല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നതുമില്ല. എത്ര പേര് പങ്കെടുക്കും, എത്ര പ്രോഗ്രാമുകൾ ഉണ്ടാകും, എത്ര സമയം നമുക്ക് അതിനു വേണ്ടി വിനിയോഗിക്കാനായിട്ട് കഴിയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചന കഴിക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ നിമിഷം വരെയും ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. എന്നാൽ വളരെ സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചു. ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതായ സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയൻ്റെതായ ഈ ക്രിസ്മസ് സന്ധ്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായിട്ടല്ല, കർത്താവിനെ യഥാർത്ഥമായിട്ടും ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നൽകിയിട്ടുള്ളതായ സാവകാശത്തിന് നടുവിൽ ഇന്നിതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ച് സംസാരിപ്പാനായിട്ട് സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയൻ അതിന്റെ ട്രഷററായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ബിനു വർഗീസ് സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കാൻ പറ്റാ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ഈ ക്രിസ്മസ് സായാഹ്നത്തിന്റെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എത്രയും സമയം ആയിരിക്കാനായിട്ട് ദൈവം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്തും ഇത്രത്തോളം ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നടത്തുവാന് ദൈവം നൽകിയ കൃപയെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്നത്തെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ചെയ്യുക. കാരണം നമ്മൾ ഇതിനുള്ള പ്രോഗ്രാമിന് ലഭിക്കാനായിട്ട് ദിവസങ്ങൾ ഇതിനു മുമ്പ് പല തീയതികളും ലിമിറ്റ് വെച്ച് വന്നെങ്കിലും ഇന്നലെ വരെയും നമ്മൾ ഈ പ്രോഗ്രാമുകൾ സംബന്ധിക്കുവാനായിട്ട് ഉള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. എന്നാൽ വളരെ കുറച്ച് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചുള്ളൂ. എങ്കിലും ഇത്രത്തോളം ഭംഗിയായിട്ട് ഈ പ്രോഗ്രാമുകൾ നടത്തുവാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി ഇന്ന് വേണ്ട ശക്തമായ നേതൃത്വം നൽകിയ സൗത്ത് കേരള ഡയോസിസ് യൂത്ത്സിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിൻസൺ തോമസ് അച്ഛന്. ഈ പ്രോഗ്രാമിൽ നമുക്ക് ക്രമീകരിക്കുന്ന സമയം മുതൽ അതിന് വേണ്ടുന്ന എല്ലാ നേതൃത്വം നൽകുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് പ്രോഗ്രാം എത്രത്തോളം ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം സഹായിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സൗത്ത് കേരള ഡയോസിസ് യൂത്ത്സിന്റെ പേരിൽ ഞാൻ അറിയിക്കും. അടുത്തതായിട്ട്
നമ്മൾ ഏത് പ്രോഗ്രാം സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മൾ ഏത് പ്രോഗ്രാം നടത്തിയാലും നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് വചന ശുശ്രൂഷ എന്നുള്ളത്. നമ്മൾ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ദൈവവചനം ശ്രവിക്കുക, കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നാം ആഗ്രഹിക്കുന്നത്. അതിന് ഈ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുന്ന സമയത്ത് തന്നെ നാം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നാം ആരെ വിളിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ KS ജെയിംസ് അച്ഛന്റെ പേരാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അച്ഛനെയും സെക്രട്ടറി ഫിലിപ്പിനെയും ഞങ്ങൾ അതിനെ ചുമതലപ്പെടുത്തി അങ്ങനെ അച്ഛനെ വിളിച്ചു. നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്, ഇന്ന് ക്രിസ്മസ് സായാഹ്നത്തിൽ നമുക്ക് വേണ്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് തന്ന് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛന് സൗത്ത് കേരള ഡയോസിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനോടുള്ള നന്ദി ഞാൻ വളരെ സ്നേഹത്തോടെ സൗത്ത് കേരള ഡയോസിസ് യൂസിന്റെ പേരിൽ ഞാൻ അറിയിക്കും. അടുത്തതായിട്ട് ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗില് ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ ഉണ്ട്, അതുപോലെ സുവിശേഷകര്, സേവനി കൊച്ചമ്മമാര് ഒക്കെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. അവരെയും വളരെ അവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കും. മറ്റൊന്ന്, നമ്മുടെ ഈ ഇന്ന് മറ്റുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഇടവകൾ, ചുരുക്ക ഇടവകൾ മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ അവര് വേണ്ടുന്ന അച്ഛൻ പറഞ്ഞതുപോലെ പരീക്ഷയുടെയും മറ്റു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും എഫോർട്ട് എടുത്ത് ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും നല്ല പാട്ടുകളും അതുപോലെ വേദവായന, പ്രാർത്ഥന, അങ്ങനെയൊക്കെ നല്ല പ്രോഗ്രാമുകൾ, കൊറിയോഗ്രാഫി ഒക്കെ അവതരിപ്പിച്ച എല്ലാവരും ഇടവക അംഗങ്ങളോടും മക്കളെ യുവജനങ്ങളോടും സൗത്ത് കേരള നന്ദി സൗത്ത് കേരള ഡയോസിസ് യൂസിന്റെ പേരിൽ ഞാൻ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇതിനുവേണ്ടി ഉത്സാഹിച്ച സൗത്ത് കേരള ഡയോസിസ് യൂസിന്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സൂമിൽ കൂടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ സൗത്ത് കേരള ഡയോസിസ് യൂസിന്റെ പേരിൽ അറിയിക്കുന്നു. ആർക്കെങ്കിലും ഞാൻ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദൈവം നമ്മെ ഓരോരുത്തരും മാറാറ്. സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയന്റെ ഈ ക്രിസ്മസ് സന്ധ്യയിൽ സംബന്ധിക്കുന്നതായ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠർ, വളരെ സ്നേഹവും ബഹുമാനമുള്ള KS ജെയിംസ് അച്ഛൻ, വളരെ സ്നേഹവും ബഹുമാനമുള്ള ജോൺ മാത്യു അച്ഛൻ, സ്നേഹമുള്ള OP പൗലോസ് അച്ഛൻ, അതുപോലെ സൗത്ത് കേരള ഡയോസിസിന് മുൻ സെക്രട്ടറി കൂടെ ആയിരുന്ന റവറൻഡ് അച്ചൻകുഞ്ഞ് ജോർജ് അച്ഛൻ, റവറൻഡ് ടോണി തോമസ് അച്ഛൻ. ഞാൻ മറ്റ് രണ്ട് പേരുകൾ, അമേരിക്കയിൽ നിന്നും ജോബി മാത്യു അച്ഛൻ ഇതിൽ സംബന്ധിച്ചിരുന്നു, IMലെ ഒരച്ഛൻ ഇതിൽ സംബന്ധിച്ചിരുന്നു. ഞാൻ ആ പേര് നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകന്മാരെയും സേവനി കൊച്ചവന്മാരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 500 പേര് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോം സൗത്ത് കേരള ഡയോസിസ് ഈ കഴിഞ്ഞ കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കുകയുണ്ടായി. ഈ സൂം പ്ലാറ്റ്ഫോം നമ്മൾക്ക് അനുവദിച്ചു തന്ന സൗത്ത് കേരള ഡയോസിസ് സെക്രട്ടറി KS ജെയിംസ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ പലവിധമായിട്ടുള്ള ആകുലതകൾ ഉണ്ടായിരുന്നു. ഇത് അവതരിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്യണം, ആരിത് കോഹോസ്റ്റായിട്ടൊക്കെ നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണം, ഇത് പ്രിസൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഷെയർ ചെയ്യാനായിട്ട് പ്രയാസങ്ങൾ വരും, ഇടയ്ക്ക് അല്പം ഡിലേ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളുടെ നടുവിലാണ് വളരെ ആകുലതയോടെ നിൽക്കുമ്പോൾ നമ്മളുടെ പ്രിയ നിക്സൺ ഈ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇന്ന് നിക്സണ് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയുടേതായ പ്രോഗ്രാമുകൾ, അതിൻ്റെയൊക്കെ തിരക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതൊക്കെ നമ്മൾക്ക് എത്രമാത്രം ഓർഗനൈസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആകുലത നിറഞ്ഞൊരു അനുഭവമായിരുന്നു. എന്നാലും നിക്സൺ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ അനുഗ്രഹീതമായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു. കൂടെ ആശിഷും കോഹോസ്റ്റായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളോടുള്ളതായ സ്നേഹവും നന്ദിയും ഒരു പ്രാവശ്യം കൂടെ സൗത്ത് കേരള ഡയോസിസ് യൂത്ത് യൂണിയന്റെ പേരിൽ അറിയിക്കുന്നു. ഇന്നതിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവർ, എനിക്കറിയാം 100ഓളം പേര് ഇതിനകത്ത് ഡിവൈസുകളിൽ നിന്നും ഇതിൽ നിന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ചിലരെ ആളുകളൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയും ധാരാളം ആളുകൾക്ക് പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നു. നമ്മളുടെ യുവജനങ്ങൾ തന്നെ ധാരാളം പേര് ഇതിൽ സംബന്ധിച്ചിട്ടില്ല. ചില സെന്ററുകളിൽ നന്നായിട്ട് പാടുവാനായിട്ടും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടും ഒക്കെ കഴിവുകളുള്ള പലരും ഒരു പക്ഷേ എന്തുകൊണ്ടോ സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾ കൊണ്ടായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, വരുന്ന നാളുകളിൽ ഡിസംബർ മാസം നമ്മളുടെ കൺവെൻഷന് ക്രമീകരിക്കപ്പെട്ടതായ ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഡിസംബർ മാസം ക്രിസ്മസിൻ്റെതായ ദിവസം യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാകുന്നത് എല്ലാ ഇടവുകളുടെയും പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ സെന്ററുകളും
ആത്മാർത്ഥമായിട്ട് നിന്ന് അതിന്റെ പ്രവർത്തകർ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ടും ഈ ഡയോസിസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ദൈവനാമ മഹത്വത്തിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടും സഹകരിക്കണമേ എന്നുള്ള കാര്യം, ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ധാരാളം ഇതിൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാകും. ഇനി വരുന്ന നാളുകളിൽ നമുക്ക് ഫിസിക്കൽ ലെവലിൽ ഒരു ഗ്യാതറിംഗ് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും, എനിക്കറിയാം അങ്ങ് കന്യാകുമാരി തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ളതായ ഇടവുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാലും അല്പമായിട്ടുള്ളതായ എഫോർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കിത് നന്നായിട്ട് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ഡയോസിസ് യൂത്ത് യൂണിയന്റെ പ്രവർത്തനങ്ങളൊക്കെ പലതും മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. പണ്ട് ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തപ്പെടുമായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത അനുഭവങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ 3ഓളം മീറ്റിങ്ങുകൾ നമ്മൾ ക്രമീകരിച്ചിരുന്നു. എന്നാൽ പല മീറ്റിങ്ങുകളിലും എണ്ണം 100-ൽ താഴെ എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഡിവൈസുകൾ ഉപയോഗിക്കാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ധാരാളം അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഉള്ളവരാണ് പ്രായമുള്ളവരെക്കാൾ. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒരു പ്രാവശ്യം കൂടെ ക്ഷണിക്കുകയാണ്. സൗത്ത് കേരള ഡയോസിസിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗത്ത് കേരള ഡയോസിസ് ചെയർമാൻ, യുവജന പ്രവർത്തന ബോർഡിന്റെ ചെയർമാൻ കൂടെ ആയിരിക്കുന്നതായ നമ്മളുടെ സ്നേഹവും ബഹുമാനവുമുള്ള അഭിവന്ധ്യ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നിലയിൽ യുവജന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കാര്യക്ഷമമായിട്ട് നടത്തുവാൻ കഴിയുമോ അതിന് വേണ്ടതായ നേതൃത്വം നൽകുന്നുണ്ട്. തിരുമേനിയോടുള്ളതായ സ്നേഹവും നന്ദിയും അഭാവത്തിൽ അറിയിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മളുടെ ഈ കൂടിവരവ് ഏറെ അനുഗ്രഹമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിനെല്ലാം മഹത്വവും കരയറ്റിക്കൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾക്ക് അല്പസമയം എടുക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സൗത്ത് കേരള ഡയോസിസിന്റെ ചുക്കാൻ മുൻപ് കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് സൗത്ത് കേരള ഡയോസിസിനെ നയിച്ചിരുന്നതായ, ഇപ്പോൾ മണ്ഡിദ്വീപിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഭോപ്പാലിന്റെ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള അച്ഛൻകുഞ്ഞ് ജോർജ് അച്ഛൻ ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. അതിനുശേഷം ആശീർവാദത്തിനായിട്ട് അച്ഛൻ തന്നെ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർപ്പിക്കും. കേൾക്കാമോ? കേൾക്കാച്ച. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇത് പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ക്രിസ്മസ് സായാഹ്നം ക്രമീകരിപ്പാൻ തക്കവണ്ണം ചുമതലക്കാര് അധ്വാനിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കേട്ടതുപോലെ, ഇന്ന് പള്ളിയിൽ ചിന്തിച്ചതുപോലെ പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ യേശു കർത്താവിൽ കൂടെയുള്ള ആ വലിയ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് ജീവിപ്പാൻ ഡയസിസിലുള്ള ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സന്ധ്യാസമയത്ത് സൗത്ത് കേരള ഡയസിസായി കർത്താവെ ക്രിസ്മസ് സായാഹ്നമായി ഓൺലൈനിൽ കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഓഫ്ലൈനായി കഴിഞ്ഞ നാളുകളിൽ അനേക സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടപ്പാൻ സാധിച്ചു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ വന്ന് കർത്താവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കിയ അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഇന്ന് സന്ധ്യയ്ക്ക് കർത്താവെ ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ബിൻസൻ അച്ഛന് ഇത് നേതൃത്വം കൊടുക്കുവാൻ, കമ്മിറ്റി അംഗങ്ങൾക്ക് ഇതിന് നേതൃത്വം കൊടുക്കാൻ സഹായിച്ചല്ലോ. കർത്താവെ ജെയിംസ് അച്ഛന് വളരെ ശക്തമായ ദൈവവചനം കർത്താവെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കോണം അവിടെ ഇടയാക്കി കുറിക്കാനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിവിധ ഇടവുകളിൽ നിന്ന് അവരുടെ താലന്തുകൾ പ്രത്യേകിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ ഉയർത്തുന്ന ഗാനങ്ങളും മറ്റും കർത്താവെ അവതരിപ്പിക്കാൻ തക്കോണം സഹായിച്ച വലുതായിക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സൗത്ത് കേരള ഡയസിസിലെ എല്ലാ ഇടവുകളെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡയസിസിൽ അല്ലാത്ത അനേകര് ഈ കർത്താവെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചല്ലോ. എല്ലാവർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഈ ക്രിസ്മസ് സീസണിൽ കർത്താവെ അവിടുത്തെ വരവിനെ പറ്റി ഒന്നുകൂടെ ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ
കർത്താവെ ഓർക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശവും അതിന് മുഖാന്തരം അത് മൂലമുള്ള ഞങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒന്നുകൂടെ ധ്യാനിപ്പാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പ എല്ലാവരും അനുഗ്രഹിക്കണം. ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തുതിക്കുന്നു. നേതൃത്വം കൊടുത്ത എല്ലാവരുടെ മക്കൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത് ഒരു വലിയ ദാനമാണ്. പക്ഷെ ആ ദാനം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവെ, ഇതുവരെയും അവരുടെ ജീവിതത്തിൽ കർത്താവെ കൊണ്ടുവരാൻ സാധിക്കാത്ത അനേകരുണ്ട്. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെയും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന ഈ ദാനം അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ. അതിനുള്ള മുഖാന്തരങ്ങളെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മനിറവ് എല്ലാവർക്കും കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സൗത്ത് കേരള ഡയസിസിനെ ഏൽപ്പിക്കുന്നു. അതിന് ചുമതല കൊടുക്കുന്ന എല്ലാതിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അച്ഛന്മാര്, സുവിശേഷകർ, സേവന്യന്മാര്, വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡയസിസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാളകത്തുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായിരിക്കാൻ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ ഞങ്ങൾ ഇപ്പോൾ പിരിയ സ്ഥാനത്തേയും കൂടെ ഇരിക്കണം. അവിടുന്ന് രണ്ടാമത് വരുന്നു. കർത്താവെ, ആ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിലേക്ക് ദൈവകൃപയിൽ മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവും ഉണ്ടായി കേൾക്കണമേ. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നാം എല്ലാവരോടും ഓർത്താൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഞങ്ങൾ കേട്ട ദൈവവചനത്തോടും ഇതിൽ സംബന്ധിച്ച ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളോടും അവരുടെ ഭാവി പ്രവർത്തനങ്ങളോടും തീരുമാനങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 താങ്ക് യു സോ മച്ച് അച്ഛൻ. ഇന്നതിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് കർത്താവ് ഹൃദയത്തിലുള്ള അവസ്ഥയിൽ മുൻപോട്ട് ജീവിപ്പാൻ തക്കവണ്ണം കേട്ട വചനത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. താങ്ക് യു. കൺഗ്രാജുലേഷൻ വിൻസൻ. അതിൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സ്പെഷ്യലായിട്ട് കുഞ്ഞു പൂക്കളാടി കാറ്റിൽ മഞ്ഞു